ഓക്കെ, നമുക്ക് പ്ലസ് പി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഡാറ്റ ചേഞ്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഡാറ്റ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മാസ്റ്ററിലുള്ള ഒരു ഗ്രൂപ്പ് ഐറ്റത്തിനെ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ HSM കോഡ്, സപ്ലയർ കോഡ്, ഐറ്റം ഗ്രൂപ്പ്, യൂണിറ്റ് പീസ്, നമ്പേഴ്സ് എന്നീ യൂണിറ്റുകൾ, അങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്ന ടാക്സ് പെർസെൻറ്റേജ് എന്നീ ഗ്രൂപ്പുകൾ അണ്ടറിൽ വരുന്ന ഐറ്റംസ്. ഉദാഹരണത്തിന് ഇപ്പോൾ 18% ഒരു പ്രൊഡക്റ്റ് അത് നേരെ 28% മാറി. അപ്പോൾ 18% അണ്ടറിൽ വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഒരുമിച്ച് എന്താക്കണം, 28% ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഡാറ്റ ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് കുറച്ച് നമ്മൾ ചെയ്യുന്ന വീഡിയോ കുറച്ച് ലെങ്ത് ആയ വീഡിയോ ആയിരിക്കും. ആ ലെങ്ത് ആയ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഡാറ്റ ചേഞ്ചിൽ ടാക്സ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായ രൂപം കിട്ടുകയുള്ളൂ. ഡാറ്റ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആയി നിർബന്ധമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ബാക്കപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് മൂലം നിങ്ങൾക്ക് ഡാറ്റ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാക്കപ്പ് നിങ്ങൾ എടുക്കാൻ എങ്ങനെയാണെന്നുള്ളത് മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിൽ കാണിക്കുകയാണ്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബാക്കപ്പ് എടുക്കേണ്ട വീഡിയോ ഞാൻ ഇതിലും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ യൂട്ടിലിറ്റീൻ്റെ അകത്ത് ഡാറ്റയിൽ ബാക്കപ്പ് ടു എന്ന് പറയുന്ന ഓപ്ഷനാണത് വരുന്നത്, ബാക്കപ്പ് ടു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ മുന്നേ വീഡിയോയിലൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഏത് ലൊക്കേഷനിലൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് മുൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ട് നോക്കി കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരാം. അപ്പോൾ നിങ്ങളിവിടെ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ബാക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ പേര് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു പേര് ഇവിടെ നിർബന്ധമായിട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സമയം കൊടുക്കുന്ന ബാക്കപ്പും അത് ഓവറേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ എന്തെങ്കിലും ഒരു ടൈമോ അല്ലെങ്കിൽ ഒരു പേരോ നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കിവിടെ ഞാനൊരു ഫയൽ നെയിം മാറ്റിയത് കാണാം. അതുപോലെ നിങ്ങൾ നിർബന്ധമായിട്ട് ഇവിടെ പേര് നിങ്ങൾ ബിഫോർ ഡാറ്റ ചേഞ്ചോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പേര് ഉദ്ദേശിച്ചോ ടൈമോ, ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കൊടുക്കുന്നത് 17-14 അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ടൈമും കൂടി വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാറ്റ നഷ്ടപ്പെടുക അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ റിക്കവറി ചെയ്യാൻ വേണ്ടി അത് സഹായിക്കും. ഇവിടെ ഞാനിവിടെ 14 കൊടുത്തു. ടേക്ക് ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഓക്കെ, നമ്മൾ ബാക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഓക്കെ പ്രസ് ചെയ്തതിന് ശേഷം നിർബന്ധമായിട്ടും നിങ്ങൾ ഏത് ഫോൾഡറിലേക്കാണോ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ലൊക്കേഷൻ കാണാം. നിങ്ങൾക്ക് D+P ബാക്കപ്പ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിലിത് മിനിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബിഫോർ ഇതുണ്ടോ, ഇവിടെ നിർബന്ധമായിട്ടും ബാക്കപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളത് ബാക്കപ്പ് കൊടുക്കുന്ന ആൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് ഡാറ്റ ചേഞ്ച് പരിചയപ്പെടാം. പ്രൊഡക്റ്റ് മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക. പ്രൊഡക്റ്റ് മാസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഡാറ്റ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. നിങ്ങളെ ന്യൂ എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ യെല്ലോ കളർ ഭാഗത്താണ് ഡാറ്റ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വലത്തെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം പ്രൈസ് മാർജിൻ്റെ തലത്തായിട്ട് ഡാറ്റ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇങ്ങനൊരു വിൻഡോ വരും. ഈ വിൻഡോയിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഡാറ്റ ടു ബി ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇവിടെ വലത്തെ ഭാഗത്തായിട്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താണോ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ കണ്ടൻറ്റാണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഇവിടെ HSM കോഡാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്, HSM കോഡ് ഇവിടെ സെർച്ച് ചെയ്യാം. അതല്ല നിങ്ങൾ ടാക്സ് പെർസെൻറ്റേജ് ആണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടാക്സ് പെർസെൻറ്റേജ് ഇവിടെ സെർച്ച് ചെയ്യാം. പിന്നെ ഇവിടെ കാണിക്കുന്ന ഈ 3 ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടാക്സ് കൊടുത്തിരിക്കുന്ന മുഴുവൻ ഐറ്റംസ് നിങ്ങളുടെ ലിസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ മൊത്തം ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മാനുവലായിട്ട് മാറ്റണമെങ്കിൽ മാനുവലായിട്ട് മാറ്റാം. അതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് മാറ്റാണെങ്കിൽ അങ്ങനെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നോൺ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കാത്ത ഐറ്റംസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ടാക്സ് അല്ല HSM കോഡ് അല്ലെ ഐറ്റം ഗ്രൂപ്പ് അല്ലെ സബ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, അതായത് ലിസ്റ്റിൽ വന്നിരിക്കുന്ന മറ്റ് കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കാത്തത് എന്താണോ അത് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. വാല്യൂഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് മാത്രം ലിസ്റ്റ് ചെയ്യും. ഷോ ഫീൽഡ് എന്ന് പറയാൻ നമ്മൾ ഈ കാണിക്കുന്ന ഈ ഫീൽഡുകളിൽ എന്തൊക്കെ കാണിക്കണമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റാം. സപ്ലയർ ഗ്രൂപ്പ് ഉണ്ട്, സബ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണിക്കുന്ന ഈ ഒരു സബ് ഗ്രൂപ്പ്, ഐറ്റം ഗ്രൂപ്പ്, സപ്ലയർ ഗ്രൂപ്പ്, യൂണിറ്റ് അത് എന്തൊക്കെ വരണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ യൂണിറ്റ് വരെ നിങ്ങൾക്ക് HSM കോഡ് CGST ആണ് കാണിക്കേണ്ടത്. CGST ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ യൂണിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, കോം കോഡ് എന്ന് കൊടുക്കാം. കോം കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോം കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ HSM കോഡാണ്. HSM കോഡ് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉപകാരം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടാക്സുകളിൽ ചില HSM കോഡിൽ ചിലപ്പോൾ ടാക്സുകൾ മാറുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ടാക്സുകൾ ചെയ്യാം. ചില ടാക്സ് ചിലപ്പോൾ HSM കോഡിൽ കൊടുത്തിരിക്കുന്ന ടാക്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. ചിലപ്പോൾ 12 മുന്നിൽ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ ഈ കോം കോഡ് ഇവിടെ നിർബന്ധമായിട്ട് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ്, അതായത് ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫീൽഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഐറ്റം കോഡ്, ഐറ്റം നെയിം, സപ്ലയർ ഗ്രൂപ്പ്. ഫസ്റ്റ് ഞാൻ സപ്ലയർ ഗ്രൂപ്പ് കൊടുത്തു, പിന്നെ ഐറ്റം ഗ്രൂപ്പ് കൊടുത്തു, പിന്നെ സബ് ഗ്രൂപ്പ് കൊടുത്തു, പിന്നെ യൂണിറ്റ് മാറ്റിയിട്ടാണ് ഞാൻ കോം കോഡ് ആക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 4ാമത്തെ ഓപ്ഷനിലാണ് ഈ കോം കോഡ് ഉണ്ടാവുക. നിങ്ങൾ ഈ ഓപ്ഷനിനകത്ത് കോം കോഡ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി നമുക്ക് സെൻറ്റർ ഭാഗത്ത് വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രൊഡക്റ്റ് മാസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന യൂണിറ്റ്. അത് പീസസ് ആണോ നമ്പേഴ്സ് ആണോ ഇവിടെ ടൈപ്പ് ചെയ്താൽ പീസസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ടാക്സുകൾ കംപ്ലീറ്റ് മാറ്റണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം. അതല്ല HSM കോഡാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. HSM കോഡ് എന്താണെന്ന് കറക്റ്റായി നോട്ട് ചെയ്ത് വെച്ച് ഇന്ന പർട്ടിക്കുലർ HSM കോഡിൽ മാറ്റാനാണ് നിങ്ങൾക്ക് HSM കോഡിൽ ചേഞ്ച് ചെയ്യാം. അതല്ല യൂണിറ്റ് മാറ്റാനാണ് യൂണിറ്റിൽ മാറ്റി ചെയ്യാം. അതല്ലെങ്കിൽ ടാക്സ് പെർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ID കോഡ്, അതായത് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ID എന്ന് പറയുന്നത് 1 2 3 എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾക്ക് ID എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഐഡികൾ നിങ്ങളിപ്പം കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ID നിങ്ങൾ നോട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ ടാക്സ് പെർസെൻറ്റേജ്, HSM കോഡ്, യൂണിറ്റ്, പർച്ചേസ് നമ്പർ. അപ്പോൾ പെർട്ടിക്കുലർ പർച്ചേസിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തെ ഓപ്ഷൻസാണ് അത് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ പേരാണ് നിങ്ങൾക്ക് ടാക്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഐറ്റം കോഡ് ഇവിടെ സെർച്ച് ചെയ്യാം. അതല്ല ഐറ്റം നെയിമിൻ്റെ ടാക്സ് പെർസെൻറ്റേജിനെ മാറ്റണമെങ്കിൽ അങ്ങനെ ഇവിടെ നെയിം സെർച്ച് ചെയ്യാം. അതല്ല ഒരു സപ്ലയർ ഗ്രൂപ്പിൻ്റെ സപ്ലയർ കോഡിൻ്റെ അണ്ടറിലുള്ള ടാക്സാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, അങ്ങനെ ചേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഗ്രൂപ്പ് കോഡിൻ്റെ അണ്ടറിലാണ് ടാക്സ് മാറ്റേണ്ടത്, അങ്ങനെ ചേഞ്ച് ചെയ്യാം. സബ് ഗ്രൂപ്പ് എന്നീ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിത് എന്തിലാണോ നിങ്ങൾക്ക് വേണ്ടിയത് അത് നിങ്ങൾ പ്രൊഡക്റ്റ് മാസ്റ്ററിനകത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവിടെ വരിക. അല്ല നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എന്തില്ല, പ്രൊഡക്റ്റ് മാസ്റ്ററിൽ നിങ്ങൾ സപ്ലയർ ഗ്രൂപ്പിൻ്റെ കോഡിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സപ്ലയർ കോഡ് സെലക്ട് ചെയ്തതിന് കാര്യമില്ല. അപ്പോൾ അത് നിർബന്ധമായിട്ടും എന്താകണം, നിങ്ങൾ പ്രൊഡക്റ്റ് മാസ്റ്ററിൻ്റെ അകത്ത് ആദ്യം സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഐറ്റം ഗ്രൂപ്പ് ആയിക്കോട്ടെ, സബ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ലൊക്കേഷൻ ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, എന്നീ കാര്യങ്ങൾ നിങ്ങൾ പ്രൊഡക്റ്റ് മാസ്റ്ററിൻ്റെ അകത്ത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന സമയത്ത് നമ്മളത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്. സപ്ലൈർ ഗ്രൂപ്പ്, ഐറ്റം ഗ്രൂപ്പ്, എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാം, നിങ്ങൾക്ക് 21-ാം തീയതി മുതൽ ടാക്സ് ചേഞ്ച് ആവുകയാണ്. 18 നിന്ന് 12ലേക്കും 12 നിന്ന് 5ലേക്കും എന്നീ 5% ചില പ്രൊഡക്റ്റുകൾ 0%ലേക്കും പിന്നെ 28 ചില പ്രൊഡക്റ്റുകൾ 40%ലേക്കും അങ്ങനെ പല രൂപത്തിലായി ടാക്സുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ഐറ്റത്തിൽ കയറി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഡാറ്റ ചേഞ്ചിനകത്ത് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡാറ്റ ചേഞ്ച് വഴി നമ്മളെ ടാക്സ് പെർസെൻറ്റേജ് മാറ്റാൻ പറ്റും. അതായത് നിങ്ങൾ ഏറ്റവും കുറവുള്ള ടാക്സിൽ നിന്ന് ഏറ്റവും കൂടിയ ടാക്സിലേക്ക് നിർബന്ധമായിട്ട് പോകണം. പിന്നെ ആദ്യം പോയിട്ട് നിങ്ങൾ 18% ഉള്ളതിനെ 12% ആക്കരുത്. കാരണം 12% ഉള്ള ഐറ്റംസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഏറ്റവും മുന്നത്തെ ടാക്സ് ഏതാണോ 0% ആണെങ്കിൽ 0% നിന്ന് എവിടേക്കാണ് ചേഞ്ച് ആവുന്നത് ആ ഐറ്റംസ് നിങ്ങൾ എന്താക്കണം, നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 0.5% വരുന്നത് നിങ്ങൾക്ക് 12%ലേക്ക് കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ 12%ഉള്ളതിന് 5% ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 5%, അപ്പോൾ 5% കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അടുത്ത 12% ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 5% 0%ലേക്ക് പോകുന്ന ഐറ്റംസിനെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കണ്ടെത്തിയതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ വരിക. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന ആൾ നിർബന്ധമായിട്ടും അത് ക്രോസ് ചെക്ക് ചെയ്യൽ നിർബന്ധമാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് 15% നേരെ 12%ലേക്ക് ആക്കി. അപ്പോൾ 12% ഓൾറെഡി ഐറ്റംസ് ഉണ്ടാവും. അതിനെനിക്ക് എന്ത് ചെയ്യണം, 5%ലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12%ഉള്ള ഐറ്റംസിന് 5% ആക്കിയതിന് ശേഷം മാത്രമേ 15% ഐറ്റത്തിനെ 12%ലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പോയിട്ട് 15% 12% ആക്കി കഴിഞ്ഞാൽ ഈ 18% നിന്ന് 12% ആയ ഐറ്റവും നിലവിൽ 12% ഐറ്റംസ് ഒറ്റയടിക്ക് നിങ്ങൾ 5%ലേക്ക് ചേഞ്ച് ആക്കി പോകും. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്താക്കണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ അവിടെ 5% വരുന്ന ഐറ്റംസിന് ഞാൻ നേരെ 12%ലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എനിക്ക് 12% ചേഞ്ച് ചെയ്യുന്നതിന് ഫിൽ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യാം, എനിക്ക് 12% വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് HSM കോഡ് ബേസ് ആണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ HSM കോഡിന് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ HSM കോഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ HSM കോഡ് ബേസ് നിങ്ങൾക്ക് ടാക്സ് മാറ്റാൻ പറ്റും. പിന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ 5% കൊടുക്കുകയാണ്. 5% കൊടുത്തു. ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ 5% കൊടുത്തിരിക്കുന്ന മുഴുവൻ ഐറ്റംസ് നമുക്ക് ഈ യൂണിറ്റിന് പകരം ഞാൻ അവിടെ കോം കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോം കോഡ് കാണാം. കോം കോഡ് എന്ന് പറഞ്ഞാൽ HSM കോഡാണ്. HSM കോഡ് ഇവിടെ ഞണ്ണ് കാണാം, ചില ഐറ്റത്തിന് HSM കോഡ് കാണാം. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന HSM കോഡ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഏതൊക്കെ HSM കോഡിനാണ് മാറണമെന്നുള്ളത് നിങ്ങളെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ പറയപ്പെട്ട HSM കോഡുകൾ എന്നാണ് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി ഉദാഹരണത്തിന് ഈ ഒരു HSM കോഡാണ് 1902 1900.
അപ്പോൾ എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ HSM കോഡുള്ള ഐറ്റംസാണ് ടാക്സ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ 2 ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ നിങ്ങളങ്ങനെ കറക്റ്റായിട്ട് HSM കോഡ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പറ്റും. ഇവിടെ കണ്ടില്ല, ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന HSM കോഡ് ഇവിടെ കൊടുത്ത് ഞാൻ കറക്റ്റായിട്ട് HSM കോഡ് കൊടുത്തു, പിന്നെ ടാക്സ് പെർസെൻറ്റേജ് കൊടുത്തു. അപ്പോൾ ഈ ഒരു HSM കോഡിൽ 5% വരുന്ന ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഓൾഡ് ഡാറ്റ, ടാക്സ് പെർസെൻറ്റേജ് പറഞ്ഞ 2 ഓപ്ഷൻസ് കാണാം. ഈ ഓൾഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുന്നേ ഉള്ള ഡാറ്റയാണ്. ഈ ടാക്സ് പെർസെൻറ്റേജ് ഇപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ആ ടാക്സ് പെർസെൻറ്റേജാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഫിൽ ഡാറ്റ കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് റീപ്ലേസ് ബട്ടൺ പ്രസ് ചെയ്യരുത്. ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് എല്ലാം വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം റീപ്ലേസ് ബട്ടൺ പ്രസ് ചെയ്യുക. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു HSM കോഡിൽ വരുന്ന 5% ടാക്സിൽ നേരെ 12%ലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടി ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ബ്ലാങ്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ അത് 12 ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇവിടെ ഉണ്ടാവും 12% ടാക്സ്. ഇവിടെ ഓൾഡ് ഡാറ്റ എന്ന് പറയുന്നത് 5 പോയിട്ട് 12 ആയിട്ടുണ്ട്. ഇനി എനിക്കിവിടെ ചേഞ്ച് ചെയ്യാനുള്ളത് CGST ആണ്. അപ്പോൾ ഞാനിവിടെ CGST സെർച്ച് ചെയ്യുകയാണ്. CGST 12% എന്ന് പറയുന്നത് 6%. അപ്പോൾ നിലവിൽ ഈ ഒരു പ്രൊഡക്റ്റിനുണ്ടാവുക 12% ടാക്സും 2.5% CGSTയും 2.5% SGST ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ടാക്സ് പെർസെൻറ്റേജ് മാത്രം മാറ്റിയത് കൊണ്ട് ഇവിടെ CGST SGST മാറണമെന്നില്ല. CGST SGST നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് കൂടെ തന്നെ മാറ്റാൻ ശ്രമിക്കണം. അല്ലാതെ നിങ്ങൾ ബില്ല് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്ക് എമൗണ്ടിൽ മിസ്മാച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ CGST സെലക്ട് ചെയ്ത് ഞാൻ ഓക്കെ അടിച്ചു. CGST സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾഡ് ഡാറ്റ എന്ന് പറയുന്നത് 2.5 ഇവിടെ 6% ഇവിടെ പുതിയത് വന്നിട്ടുണ്ട്. ഞാൻ റീപ്ലേസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാൻ SGSTയും ചേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല, എനിക്കിവിടെ നോക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ ഓൾഡ് ഡാറ്റ 2.5 ഇവിടെ 6 ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാനിവിടെ റീപ്ലേസ് ചെയ്യുകയാണ്. ഈ റീപ്ലേസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഈ HSM കോഡ് വരുന്ന 5%ൻ്റെ ടാക്സ് ഞാൻ 12%ലേക്കും ചേഞ്ച് ആക്കി. അപ്പോൾ ഈ ഒരു വർക്കാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ HSM കോഡ് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് എന്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഉചിതമായിട്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് 2 രൂപത്തിലായിട്ട് ചിലപ്പോൾ ടാക്സുകൾ വരാം. അപ്പോൾ നിങ്ങളത് HSM കോഡ് കണക്കിൽ തന്നെ നിർബന്ധമായിട്ടും മാറ്റാൻ ശ്രമിക്കുക. അതല്ല HSM കോഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടാക്സ് പെർസെൻറ്റേജ് വഴി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഡാറ്റ ചേഞ്ചിൽ ടാക്സ് മാറ്റുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റത്തിൻ്റെ ടാക്സ് മാറുന്നുണ്ട്, ഏതൊക്കെ ഐറ്റത്തിന് ടാക്സ് മാറുന്നില്ല എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. അതിന് ശേഷം മാത്രമേ നിങ്ങൾ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഡാറ്റ ചേഞ്ച് ചെയ്യാൻ പാടുകയുള്ളൂ. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും സോഫ്റ്റ്വെയറിൻ്റെ അകത്തുനിന്ന് ബാക്കപ്പ് എടുത്ത് വെക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ടാക്സ് പെർസെൻറ്റേജ് കൂടുന്നതിനനുസരിച്ചും മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ടാക്സ് പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഴയ റിപ്പോർട്ടുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ പഴയ ബില്ലുകളിൽ പോയിട്ടോ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. കാരണം ഈ ഡേറ്റിന് ശേഷം മുന്നത്തെ ബില്ലുകൾ നിങ്ങൾ ഐറ്റം ഡിലീറ്റ് ചെയ്ത് പുതിയ ഐറ്റം ആഡ് ചെയ്യുമ്പോൾ നിലവിലുള്ള ഐറ്റത്തിൻ്റെ ടാക്സ് ആയിരിക്കും കാണിക്കുക. കാരണം പുതിയൊരു ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയൊന്നുമല്ല, നിലവിലുള്ള ഐറ്റത്തിൻ്റെ ടാക്സ് പെർസെൻറ്റേജാണ് നമ്മളിവിടെ ഡാറ്റ ചേഞ്ച് വഴി മാറ്റുന്നത്. അപ്പോൾ പഴയ റിപ്പോർട്ടുകൾ നിങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു പർട്ടിക്കുലർ ഡേറ്റിലാണ് നിങ്ങൾക്ക് ടാക്സ് മാറുന്നതെങ്കിൽ, ഇപ്പം 22-ാം തീയതിയാണ് മാറുന്നതെങ്കിൽ നിങ്ങൾ 21-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ പഴയ എൻട്രി ചെയ്യാനുള്ള പർച്ചേസ്, സെയില് എന്നീ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും അടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ടാക്സ് ചേഞ്ച് ചെയ്യാനിരിക്കുക. കാരണം അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇവിടെ പഴയ ബില്ലുകൾ അടിക്കാൻ നിങ്ങൾ ടാക്സ് പെർസെൻറ്റേജിലെ മിസ്മാച്ചുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കണം. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ 12% ഉള്ള ഐറ്റംസിൽ നിങ്ങൾ 5%-ന് 12%ലേക്ക് മാറ്റി. അപ്പോൾ 12%-ലുള്ള ഐറ്റംസ് ചിലപ്പോൾ കുറയ്ക്കാനോ കൂട്ടാനോ വരാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ HSM കോഡ് വിസിൻ കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ HSM കോഡ് ഒഴിവാക്കി ഞാനിവിടെ 12% മാറ്റുകയാണ്. അതുപോലെ ടാക്സ് പെർസെൻറ്റേജ് കൊടുത്തു, ഇവിടെ ഓക്കെ പ്രസ് ചെയ്തു. ഇപ്പോൾ 3 ഐറ്റംസ് എനിക്കിവിടെ 12% വരുന്നുണ്ട്. ഇപ്പോൾ 3 ഐറ്റംസ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ നിങ്ങൾക്ക് മാനുവലായിട്ട് എനിക്കിവിടെ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു മുകളിൽ കാണുന്ന ഒരു നൺ എന്ന് പറയുന്ന ഈ ഒരു 6 ഐറ്റത്തിനെ നമുക്കിവിടെ 5%ലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ 5 കൊടുത്ത് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും. വീണ്ടും ഞാനിവിടെ 5 കൊടുത്ത് എൻ്റർ അടിച്ചു, ഇവിടെ 5 കൊടുത്ത് എൻ്റർ അടിച്ചു, 5 കൊടുത്ത് എൻ്റർ അടിച്ചു. ഇപ്പോൾ 3 ഐറ്റംസിന് എനിക്ക് എന്ത് ചെയ്യാം, 12 നിന്ന് 5ലേക്ക് ലിസ്റ്റ് ചെയ്യണം. ബാക്കിയുള്ള ഐറ്റംസ് ഇപ്പോൾ ഞാൻ ഫിൽ ഡാറ്റ കൊടുക്കുകയാണ്. ഫിൽ ഡാറ്റയിൽ ഞാനിവിടെ 5% അല്ലെങ്കിൽ ഒരു 12%, 18% കൊടുത്തു. 12 നിന്ന് 18ലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്.
അപ്പോൾ ഞാൻ ഓക്കെ അടിക്കുന്നതോടെ നിങ്ങളെ നിലവിലുള്ള എല്ലാ ഐറ്റത്തിനും 18% മാറും. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് സെലക്റ്റഡ് ആയൊരു 6 ഐറ്റം അല്ലെങ്കിൽ ഒരു 5 ഐറ്റത്തിനെ എനിക്ക് 5% ചേഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ എനിക്ക് 12% തന്നെ നിലനിർത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എന്ത് ചെയ്യാം, ആ ഐറ്റം കോഡ് ഏതാണോ ആ ഐറ്റത്തിൻ്റെ HSM കോഡ് നോക്കിയിട്ട് എനിക്കിവിടെ 12 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കിവിടെ ഇത്രയും പ്രൊഡക്റ്റുകൾ നിങ്ങൾക്കിവിടെ 12% നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നേരെ 15% ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവും. അപ്പം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ ഡാറ്റ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ക്രോസ് ചെക്ക് ചെയ്യുന്ന ആരാണോ ആ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ റീപ്ലേസ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് പല രൂപത്തിലൂടെ ഫിൽട്ടർ ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് വിചാരിച്ചമായാലും റിപ്പോർട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ അടുത്ത ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയ റിപ്പോർട്ട് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പുകൾ കറക്റ്റായിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് മാസ്റ്ററിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്ത് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഐറ്റത്തിൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. അതല്ല യൂണിറ്റ് വൈസ് ആണ് കിട്ടേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ട് യൂസ് ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് HSM കോഡ് ബേസിൽ ടാക്സ് പെയർ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഉചിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായൊരു മാർഗ്ഗം. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനോ അല്ലെങ്കിൽ മറ്റ് മിസ്റ്റേക്കുകൾ വരാനോ സാധ്യതയില്ല. കാരണം HSM കോഡിൽ ടാക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ HSM കോഡ് എല്ലാ പ്രോഡക്റ്റിലും ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുക. HSM കോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴേ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ടാക്സ് മാറുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇത് ടാക്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനല്ല. നിങ്ങൾക്ക് മറ്റെന്ത് കാര്യങ്ങൾ, അതായത് നമ്മൾക്ക് ഗ്രൂപ്പായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സപ്ലയർ കോഡ് മാറ്റണം. ഒരു പർട്ടിക്കുലർ സപ്ലയേഴ്സിൽ നിന്ന് വേറൊരു പുതിയ സപ്ലയറാണ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സപ്ലയർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ടാക്സ് ചേഞ്ച് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തന്നു ഓൾറെഡി. ഇനി നമുക്ക് സപ്ലയർ ചേഞ്ച് ചെയ്യുന്നത് ജസ്റ്റ് ഡെമ്മി ആയിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പർട്ടിക്കുലർ സപ്ലയറിൽ വരുന്ന ഗ്ലാസ് എന്ന് പറയുന്ന സപ്ലയർ എനിക്ക് ചേഞ്ച് ചെയ്യണം. ഗ്ലാസ് എന്ന് പറയുന്ന സപ്ലയറിൽ 3 ഐറ്റംസ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്ന സപ്ലയറിലേക്ക് അതിനെ ചേഞ്ച് ആക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സപ്ലയറിൻ്റെ അണ്ടറിലേക്ക് ഇതിനെ ആക്കുകയാണ്. ഇത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് എന്ന് പറയുന്ന സപ്ലയറിൻ്റെ അണ്ടറിൽ ഇത് അപ്ഡേറ്റ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഡാറ്റ ചേഞ്ചിൻ്റെ അകത്ത് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നിങ്ങളൊരു കറക്റ്റായിട്ട് ഓർഡറിൽ അതിന് നിങ്ങൾക്കൊരു തെറ്റ് പറ്റാത്ത രൂപത്തിൽ, മിസ്റ്റേക്ക് ഇല്ലാത്ത രൂപത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിനെ കൊണ്ടുപോകണം. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കുകളും നിങ്ങൾ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് പോകും. പിന്നെ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ബാക്കപ്പ് എടുത്ത് വെച്ച് റീസ്റ്റോർ ചെയ്ത് ചെയ്യേണ്ട ആവശ്യം വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് നിങ്ങൾ നിർബന്ധമായിട്ടും ബാക്കപ്പ് എടുത്ത് വെക്കണം. കാരണം നമ്മളൊരു ഡാറ്റയിൽ കയറി ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടാക്സ് മാറുകയാണ്. അപ്പോൾ ആ ഒരു വർക്ക് നിങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളത് ആ ഒരു ഗൗരവത്തിൽ തന്നെ നിങ്ങൾ ബാക്കപ്പ് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ ഡാറ്റ ചേഞ്ചിൽ വരുന്നത്.